അവൻ എന്നെ തന്നെയാണ് നോക്കുന്നത്. എനിക്കവനെ നിസ്സാരമായി ഒഴിവാക്കാം. വിടർത്തിപ്പിടിച്ചിരിക്കുന്ന പത്തിയുടെ നടുവിലേക്ക് നരഭോജിയായ കടുവയെ അവർ കണ്ടിരിക്കുന്നു. 15 നാളുകളായി ഞാൻ തേടുന്നവൻ ഇതാ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. സന്തോഷമായി എനിക്ക്. പക്ഷേ സന്ധ്യ മയങ്ങാൻ തുടങ്ങിയതുകൊണ്ട് അന്ന് ഒന്നും ചെയ്യുവാൻ നിർവാഹമുണ്ടായിരുന്നില്ല. യൂണിവേഴ്സൽ മന്ന സ്റ്റോറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ബിജു. എത്ര പരിഷ്കൃതരാണെന്ന് ഭാവിച്ചാലും നമുക്കെല്ലാവർക്കും അത്യാവശ്യം അന്ധവിശ്വാസങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് 13 ഒരു ചീത്ത നമ്പറാണ്. ഭക്ഷണമേശയ്ക്ക് ചുറ്റുമായി 13 പേരാണ് ഇരിക്കുന്നതെങ്കിൽ അത് ദോഷം. ഭക്ഷണ സമയത്ത് വൈൻ പരസ്പരം കൈമാറുന്നത് ദോഷം. ഗോവണിപ്പടികൾക്ക് താഴെ കൂടി നടക്കുന്നത് കുഴപ്പമുണ്ടാകും. ഇങ്ങനെ യാതൊരു പിൻബലവുമില്ലെങ്കിലും ഇവയെ ആചരിക്കപ്പെടേണ്ടതും യാഥാർത്ഥ്യങ്ങളുമാണെന്ന് നാം കരുതും. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പേരിൽ പരസ്പരം പരിഹസിക്കുകയും ചെയ്യും. മറ്റേത് വിഭാഗത്തിൽപ്പെട്ടവരെക്കാളും ഏറെ അന്ധവിശ്വാസം പുലർത്തുന്നവരാണ് നായാട്ടുകാർ എന്ന് ഞാൻ പറയില്ല. പക്ഷേ അങ്ങനെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ തന്നെ ചില അന്ധവിശ്വാസങ്ങൾക്ക് അടിമയാണ്. ഒരു കടുവയെ വേട്ടയാടാൻ ഇറങ്ങുമ്പോൾ ആ ദൗത്യം വിജയകരമാകണമെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു പാമ്പിനെ കൊന്നിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിച്ച് പോരുന്നത്. എൻ്റെ ഒരു ചങ്ങാതിയുണ്ട്. അയാൾ വേട്ടയ്ക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായി 5 തിരകൾ എടുത്തിരിക്കും. ഒന്ന് കൂടുകയുമില്ല, കുറയുകയുമില്ല. അതാണ് അയാളുടെ അന്ധവിശ്വാസം. 7 തിരകൾ ആണ് ശുഭകരം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നയാളാണ് എൻ്റെ മറ്റൊരു സുഹൃത്ത്. ഇനിയൊരു വിദ്വാനാണെങ്കിലോ ഒരു മാനിനെ കൊന്നുകൊണ്ടേ നായാട്ട് ആരംഭിക്കൂ എന്ന് വലിയ നിർബന്ധക്കാരനാണ്. മെയ് മാസത്തിലെ കത്തുന്ന വെയിലിൽ ഞാൻ ഒരു കടുവയെ തേടിയുള്ള വ്രത അന്വേഷണത്തിൻ്റെ മഹത്തായ 15-ാം ദിവസവും വെറും കൈയോടെ മടങ്ങുകയായിരുന്നു. അപകടകരമാം വിധം കിഴക്കും തൂക്കായ ഒരു കുന്നിൻ ചെരുവിലൂടെ വിയർത്തൊലിച്ച് മുള്ളും കമ്പുമെല്ലാം കൊണ്ട് ആകെ കീറി മുറിഞ്ഞ ദേഹത്തിൻ്റെ നീറ്റലും സഹിച്ച് ആകപ്പാടെ തളർന്ന് താമസ സ്ഥലത്ത് എത്തിച്ചേർന്നു. 2 മുറികൾ മാത്രമുള്ള ഒരു ഫോറസ്റ്റ് ബംഗ്ലാവാണ് എൻ്റെ താമസ സ്ഥലം. എൻ്റെ വരവും കാത്ത് ഏതാനും ഗ്രാമവാസികൾ അക്ഷമരായി ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കാത്തു നിന്നിരുന്നു. എൻ്റെ എല്ലാ ക്ഷീണവും അകറ്റാൻ പോന്ന ഒരു വാർത്തയുമായിട്ടാണ് അവർ അവിടെ കാത്തുനിന്നത്. നരഭോജിയായ കടുവയെ അവർ കണ്ടിരിക്കുന്നു. 15 നാളുകളായി ഞാൻ തേടുന്നവൻ ഇതാ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. സന്തോഷമായി എനിക്ക്. പക്ഷേ സന്ധ്യ മയങ്ങാൻ തുടങ്ങിയതുകൊണ്ട് അന്ന് ഒന്നും ചെയ്യുവാൻ നിർവാഹമുണ്ടായിരുന്നില്ല. ആരും ഗ്രാമം വിട്ട് പുറത്തിറങ്ങരുത് എന്ന് നിർദ്ദേശിച്ച് ഞാൻ അവരെ മടക്കി അയച്ചു. ഫോറസ്റ്റ് ബംഗ്ലാവ് ഒരു മലയിടുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ മലയിടുക്കിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് ഈ ഗ്രാമം. അടുത്തെങ്ങും വേറെ ഗ്രാമങ്ങളൊന്നുമില്ല. ചുറ്റുപാടും അത്യുഗ്രൻ വനങ്ങളാണ്. ഇക്കാരണത്താൽ തന്നെ ഈ ഗ്രാമത്തിലെ സാധുക്കളായ ജനങ്ങൾ ഇടയ്ക്കിടെ കടുവായുടെ ആക്രമണത്തിന് ഇരയാകാറുണ്ട്. 2 സ്ത്രീകളും ഒരു പുരുഷനും കടുവായുടെ ഇരകളായത് അടുത്ത കാലത്താണ്. പിറ്റേന്ന് അതിരാവിലെ തന്നെ ഞാൻ ഗ്രാമത്തിൻ്റെ അതിരിലൂടെ ഒരു റൗണ്ട് നടന്നു നോക്കി. വിശേഷാൽ ഒന്നും കണ്ടില്ല. 2ാമത്തെ വട്ടം നടക്കാൻ തുടങ്ങിയത് ആദ്യം നടന്നതിൽ നിന്നും 2 ഫർലോങ് താഴെ കൂടിയായിരുന്നു. കിഴക്കാൻ തൂക്കായതും തെന്നി വീഴാൻ സർവ്വ സാധ്യതയും ഉള്ളതുമായ ആ ഭാഗം കടന്ന് ഞാൻ ചെറിയൊരു തോടിനക്കരെ എത്തി. മഴക്കാലത്ത് കുന്നിൻ്റെ മുകളിൽ നിന്നും ശക്തമായി വെള്ളം ഒലിച്ചിറങ്ങി വന്ന് ഒഴുകിയുണ്ടായതാണ് ആ തോട്. ആ ഭാഗത്തെങ്ങും കടുവയില്ലെന്ന് ഉറപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഉദ്ദേശം 25 അടി അകലെ എൻ്റെ മുന്നിൽ ഒരു അനക്കം കണ്ടു. ചെറിയൊരു വെള്ളക്കുഴിയുടെ അടുത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു പാമ്പ്. അവൻ സുന്ദരനും ഭീഷണവുമായ രീതിയിൽ പണം വിടർത്തി ആടിയാണ് നിൽക്കുന്നത്. വെറും സദാ പാമ്പൊന്നുമല്ല മൂപ്പർ. നല്ല തറവാട് തന്നെ. കഴുത്തിന് നല്ല ഓറഞ്ച് നിറം. താഴോട്ട് വരും തോറും സ്വർണ്ണവർണ്ണങ്ങളായി മാറുന്നു. പുറമാകട്ടെ നല്ല പച്ച നിറം. 11 ഒരു ഉരുശീരൻ സർപ്പമാണവൻ. സർപ്പങ്ങളെപ്പറ്റി ഒരുപാട് കഥകൾ പറയാനുണ്ട്. അങ്ങോട്ട് ഉപദ്രവിച്ചാൽ അത് പ്രതികാരമൂർത്തിയായി മാറും. അസാധാരണമായ വേഗതയിലാകും അത് പാഞ്ഞു വരിക. ഞാൻ അപ്പോൾ ആക്രമിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നി. അവൻ എന്നെ തന്നെയാണ് നോക്കുന്നത്.
എനിക്കവനെ നിസ്സാരമായി ഒഴിവാക്കാം. വിടർത്തി പിടിച്ചിരിക്കുന്ന പത്തിയുടെ നടുവിലേക്ക് ടിഷ്യൂം എന്നൊരുണ്ട പായിക്കേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ ആ സുന്ദരനെ കൊല്ലാൻ എനിക്ക് മനസ്സ് വന്നില്ല. മാത്രമല്ല, അവനെ വെടിവെക്കുന്നത് ഇപ്പോഴത്തെ എൻ്റെ പ്രധാന ദൗത്യത്തിന് ദോഷകരമായി തീരുകയും ചെയ്യും. വെടിയുണ്ടയുടെ ശബ്ദം കേട്ടാൽ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും നരഭോജിയായ കടുവ ഉണ്ടെങ്കിൽ അവൻ ഓടിക്കളയും. എത്ര ദിവസമായി ഞാൻ അവനെയും തേടി കുന്നും മലയും കാടും കയറിയിറങ്ങുന്നു. ഒടുവിലത തൊട്ടടുത്ത് എവിടെയോ ഉണ്ടെന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ മണ്ടത്തരം കാട്ടുന്നത് എങ്ങനെ? 1 മിനിറ്റ് കടന്നുപോയി. ആ മിനിറ്റിന് എന്തൊരു നീളം! പാമ്പ് എന്നെ നോക്കി നാവ് നീട്ടുകയും ആക്രമിക്കാൻ ഒരുങ്ങുകയുമാണ്. ഞാനും അവനെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുകയാണല്ലോ. എന്റെ നിൽപ്പ് അത്ര പന്തിയല്ലെന്ന് തോന്നിയിട്ടാവാം അവൻ പത്തി താഴ്ത്തി കുന്നിന്റെ മുകളിലേക്ക് ഇഴഞ്ഞു പോകാൻ തുടങ്ങി. പോകട്ടെ, പാപമെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു എനിക്ക്. പക്ഷേ കടുവാവധം വിജയകരമാണെങ്കിൽ ഒരു പാമ്പിൽ നിന്ന് ആരംഭിക്കണമെന്ന എൻ്റെ വിശ്വാസം, അല്ല അന്ധവിശ്വാസം കൊണ്ടാണ് എന്തോ ഞാനൊരു അബദ്ധം കാണിച്ചു. ഒരു കല്ലെടുത്ത് പാമ്പിന്റെ തല ലക്ഷ്യമാക്കി നല്ലൊരു ഏറു കൊടുത്തു. അത് പിടഞ്ഞ് ചാവുമെന്ന് ധരിച്ച എനിക്ക് തെറ്റി. അതിന് ചെറിയ പരികയെ പറ്റിയുള്ളൂ. അവൻ പ്രതികാരമൂർത്തിയായി മാറി എൻ്റെ നേർക്ക് അതിവേഗം പാഞ്ഞു വന്നു. ഞാൻ ഉടനെ മറ്റൊരു കല്ലെടുത്ത് ഉന്നം തെറ്റാതെ അവൻ്റെ തലയ്ക്ക് എറിഞ്ഞു കൊളിച്ചു. അതോടെ പാമ്പ് ചത്തു. പിന്നെയും ഞാനെൻ്റെ പ്രദക്ഷിണം തുടർന്നു. പ്രത്യേകിച്ചൊരു ഗുണവും അതുകൊണ്ടുണ്ടായില്ലെങ്കിലും പാമ്പിനെ കൊല്ലാൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കടുവയുടെ കാര്യം എളുപ്പമാകുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായി. അടുത്ത ദിവസം ഈ ആത്മവിശ്വാസത്തോടെ ഞാൻ ഊരുചുറ്റൽ നടത്തി. അന്ന് വൈകുന്നേരത്തോടെ ഒരു വയലിന്റെ ഭാഗത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്താൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് ഞാൻ സന്തോഷിച്ചെങ്കിലും ഗ്രാമവാസികളാകെ ഭയന്നു വിറയ്ക്കുകയാണ് ഉണ്ടായത്. രാത്രി ആരും വീടിന് പുറത്തിറങ്ങാതെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ബംഗ്ലാവിലേക്ക് തിരിച്ചു നടന്നു. 4 മൈൽ ദൂരം നടക്കണം ബംഗ്ലാവിലെത്താൻ. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു നായാട്ടുകാരൻ വളരെ ശ്രദ്ധാലുവായിരിക്കണം. പഞ്ചേന്ദ്രിയങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. എന്നാൽ സഹായത്തിന് ആരെയെങ്കിലും കൂട്ടരുതോ എന്നാണെങ്കിൽ അതും ബുദ്ധിയല്ല. കാരണം ഈ നടപ്പിനിടയിൽ കടുവയെ കാണാൻ കിട്ടിയാൽ ഒറ്റയ്ക്ക് അവനെ നേരിടുകയാണ് എളുപ്പം. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. പിറ്റേന്ന് അതിരാവിലെ ഞാൻ ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. തലേന്ന് രാത്രി കടുവ ഒരു പോത്തിനെ കശാപ്പ് ചെയ്തു അത്രേ. ഗ്രാമത്തിനുള്ളിൽ വെച്ച് കൊല നടത്തി പോത്തിനെ കാട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോയെന്നാണ് അടയാളങ്ങളിൽ നിന്നും ബോധ്യമായത്. ആ വഴി നേരെ പോകാതെ ഞാൻ കുറെ അകലേക്ക് നടന്ന് ഒരു വശത്ത് വെച്ച് താഴ്വരയിലെത്തിയ ശേഷം നേരെ മുകളിലേക്ക് നടന്നു. അവിടെയുള്ള കുന്നിൻപരപ്പിൽ കടുവായും അതിൻ്റെ ഇരയായ പോത്തും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കഷ്ടപ്പെട്ട് അവിടം വരെ എത്തിയപ്പോഴേക്കും ഞാൻ നന്നായി വിയർത്തിരുന്നു. ഒരല്പം വിശ്രമം വേണം, ഒരു സിഗരറ്റ് വലിക്കണം. അങ്ങനെ കുറച്ചുനേരം വിശ്രമിച്ച് ഞാൻ പിന്നെയും തിരച്ചിൽ തുടങ്ങി. കുന്നിൻപരപ്പിൻ്റെ 3/4 ഭാഗവും പിന്നിട്ടപ്പോൾ ഒരു പൊന്തക്കാടിനടുത്ത് പോത്തിന്റെ മൃതദേഹം കിടക്കുന്നത് കണ്ടു. കടുവ അടുത്തെങ്ങുമുള്ള ലക്ഷണം കണ്ടില്ല. ഞാൻ അല്പം ഉയരമുള്ള ഒരു കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്നു. അവിടെ നിന്നുകൊണ്ട് എനിക്ക് പോത്തിനെയും പരിസരവുമെല്ലാം നന്നായി കാണാം. എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിക്കും മുമ്പ് എൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഭൂതോദയം ഉണ്ടാകാറുണ്ട്. 3-4 മിനിറ്റ് നേരം അങ്ങനെ നിന്നപ്പോൾ അത്തരമൊരു ഉൾവിളി എനിക്കുണ്ടായി. കടുവ എൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനിരുന്ന പാറയിൽ നിന്നും 10-20 അടി അകലെയായി ഒരു പൊന്തക്കാട് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ഒരനക്കം കണ്ടു. അടുത്ത നിമിഷം അവൻ കുന്നിൻ ചെരുവിലൂടെ കുതിച്ചു പാഞ്ഞു. ഞാൻ തോക്കെടുത്ത് ഉന്നം പിടിക്കുന്നതിനിടയിൽ അവൻ ഒരു വൃക്ഷത്തിന് പിന്നിൽ ഒളിച്ചു. ഞാൻ അങ്ങോട്ട് നടന്നു. ഏകദേശം 10-60 വാര അകലെ എത്തിയപ്പോൾ ഒരു പാറക്കെട്ടിലേക്ക് അവൻ ചാടിക്കയറുന്നതാണ് ഞാൻ കണ്ടത്. ആ നിമിഷം ഞാൻ കാഞ്ചി വലിച്ചു. വെടിയേറ്റ് അവൻ പിന്നോക്കം മറിഞ്ഞു വീണു. അവിടെ നിന്നും ഭീമായ ഒരലർച്ചയോടെ അവൻ താഴേക്ക് ഉരുണ്ടു. അവൻ്റെ പുറം തകർന്നു കാണുമെന്നും ഉരുണ്ടുരുണ്ട് അവൻ എൻ്റെ കാൽക്കൽ വന്ന് വീഴുമെന്നും ഞാൻ കരുതി. പക്ഷേ അടുത്ത നിമിഷം അവൻ ചാടി എണീറ്റ് കുന്നിൻ ചെരുവിലൂടെ കുതിച്ചു പായുന്നതാണ് കണ്ടത്. അമ്പട മിടുക്ക എന്ന് മനസ്സിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവനെ തന്നെ നോക്കി നിന്നു. ഓടുന്ന കടുവയെ കാണാമെങ്കിലും വെടിവെക്കാൻ കഴിയുമായിരുന്നില്ല. നിമിഷങ്ങൾക്കകം അവൻ മുളങ്കാട്ടിലൂടെ അടുത്ത താഴ്വരയിലേക്ക് ഓടിമറഞ്ഞു. എൻ്റെ വെടിയുണ്ട അവൻ്റെ ഇടത്തെ തോളിൽ തറച്ച് അവിടെ നിന്നും അല്പം എല്ലുമെടുത്ത് പിന്നെയും മുന്നോട്ട് പാഞ്ഞ് ഒരു പാറയിൽ തട്ടി അതേ വേഗതയിൽ തിരിച്ചു വന്ന് അവൻ്റെ താടിയിൽ തറയ്ക്കുകയാണ് ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഇത്രയൊക്കെ ആയിട്ടും ഒരു വെടി 2ആയി കൊണ്ടിട്ടും കൂസലില്ലാതെ അവൻ ഓടിയതിൽ അത്ഭുതമില്ല. കാരണം വേദനയുണ്ടാക്കുമെങ്കിലും ആ പരിക്കുകൾ മരണകരമായ ഒന്നായിരുന്നില്ല. ഞാൻ അടുത്ത താഴ്വരയിൽ അവൻ ഒളിച്ചിരിക്കാൻ ഇടയുണ്ടെന്നും സംശയിച്ച പൊന്തക്കാടിന് സമീപം ചെന്നെങ്കിലും അതിനുള്ളിൽ നിന്നുമുള്ള അവൻ്റെ മുരൾച്ച കേൾക്കാനേ കഴിഞ്ഞുള്ളൂ. അവൻ പുറത്തു വന്നാലല്ലാതെ അതിനുള്ളിൽ കടന്ന് ഒന്നും ചെയ്യാനുള്ള ബുദ്ധിമോശം ഞാൻ കാട്ടിയില്ല.
ഞാൻ മടങ്ങിയെത്തിയപ്പോൾ വെടിയച്ച കേട്ട് കടുവയുടെ കഥ കഴിഞ്ഞിരിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ എന്നെ പ്രതീക്ഷിച്ചു നിന്നിരുന്ന ഗ്രാമവാസികളോട് ഞാൻ സത്യം പറഞ്ഞു. കടുവ രാത്രി വന്ന് പോത്തിന്റെ കുറേ ഭാഗം തിന്നിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് പ്രതീക്ഷയും സന്തോഷവും തോന്നി. ഈര ഇവിടെ തന്നെ കിട്ടുന്നാൽ അവൻ വീണ്ടും ഇവിടെ വരുമെന്ന് ഉറപ്പാണ്. ഇവിടെ കാത്തിരുന്നാൽ അവനെ വീണ്ടും കാണാം. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഒരു മച്ചാൻ കിട്ടിയോ അല്ലാതെയോ രാത്രി കാത്തിരിക്കാൻ പറ്റിയ വൃക്ഷങ്ങളൊന്നും ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. തറയിലിരിക്കുന്നത് അപകടകരമാണ്. അക്കാര്യത്തിൽ എനിക്ക് ചില മുൻ ദുരാനുഭവങ്ങൾ ഉണ്ട്. അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അവൻ പോയി മറഞ്ഞ താഴ്വരയിൽ നിന്നും കടുവയുടെ ഗർജനം ഞാൻ കേട്ടു. കടുവയുടെ ശബ്ദം മിമിക്രി ചെയ്ത് അവനെ ഞാൻ നിൽക്കുന്ന ഇടത്തേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു. എൻ്റെ ശബ്ദം യാഥാർത്ഥ്യമാണ്. തലേന്ന് വെടിയേറ്റ സ്ഥലമാണിതെന്ന് അവന് മനസ്സിലായതാവാം അവൻ വരാൻ മടിച്ചത്. എന്തായാലും കാത്തിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. കുത്തനെ ഉയർന്ന മലയുടെ ഒരു ഭാഗത്തുള്ള വൃക്ഷത്തിൽ തറനിരപ്പിൽ നിന്നും 8 അടിയോളം ഉയരത്തിലുള്ള ശിഖരമാണ് ഞാൻ അതിന് കണ്ടുവച്ചത്. വൈകിട്ട് 4 മണിയോടെ ഞാൻ ആ ശിഖരത്തിൽ കയറി ഇരിപ്പായി. ഞാൻ ചില ചുമതലകൾ ഏൽപ്പിച്ചിരുന്നു. അവർ സൂര്യോദയമാകുമ്പോൾ കുന്നിൻ മുകളിൽ നിന്നും കൂവി വിളിച്ച് ശബ്ദമുണ്ടാക്കണം. അപ്പോൾ ഞാനൊരു പുള്ളിപ്പുലിയുടെ ശബ്ദം അനുകരിച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ എല്ലാവരും അനങ്ങാതെ ഇരുന്നു കൊള്ളണം. എൻ്റെ ഭാഗത്ത് നിശബ്ദതയാണെങ്കിൽ എല്ലാവരും കുന്നിൻ്റെ 2 ഭാഗങ്ങൾ കൂടി ഒച്ച വെച്ചും കല്ലുകൾ പെറുക്കി എറിഞ്ഞും കൊണ്ടും കയറി വരണമെന്നാണ് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചത്. വൃക്ഷശിഖരങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്ന് അത്യാവശ്യം ഉറങ്ങാനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ക്ഷീണം ലേശം അധികം. ഞാൻ സുഖമായൊന്ന് ഉറങ്ങി. നേരം സന്ധ്യയാകുന്നു. ഒരു ഹനുമാൻ കുരങ്ങന്റെ അലാറമാണ് എന്നെ ഉണർത്തിയത്. താഴ്വരയുടെ അങ്ങേ ഭാഗത്തുള്ള ഒരു മരത്തിലിരുന്നാണ് ഹനുമാൻ സന്ധ്യാനാമം ജപിക്കുന്നത്. എന്നെ തുറിച്ചു നോക്കുന്നുമുണ്ട് മൂപ്പർ. മരത്തിൽ പിടിച്ചു കയറിയിരിക്കുന്ന പുള്ളിപ്പുലിയാണെന്നാവാം അവൻ കരുതിയിരിക്കുക. എന്തായാലും ഇരുട്ടായതോടെ അവൻ നിശബ്ദനായി. സമയം ഇഴഞ്ഞു നീങ്ങുന്നു. പെട്ടെന്ന് കുന്നിന്റെ മുകളിൽ നിന്നും ഒരു കല്ലുരുണ്ട് വന്ന് ഞാനിരിക്കുന്ന മരത്തിൽ വന്നിടിച്ചു. അതിന് പിന്നാലെ ഒരു മൃഗത്തിന്റെ മൃദുവായ പാദപതനം ശബ്ദവും ഞാൻ കേട്ടു. അത് കടുവ തന്നെയെന്ന് ഞാൻ ഉറപ്പിച്ചു. കടുവ ഇരയുടെ അടുത്തേക്ക് പോകാതെ മുകളിലേക്ക് കയറി വരുന്നതെന്ത് എന്ന് ഞാൻ ആലോചിച്ചു. അവൻ ശരിക്കും എന്നെ അന്വേഷിച്ച് വരികയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ പകൽ ഈ വൃക്ഷത്തിൽ കയറി കൂടുന്നതെല്ലാം അവൻ എവിടെയോ ഒളിച്ചിരുന്ന് കണ്ടിരിക്കണം. വേണമെങ്കിൽ ഒരു വെടിയുതിർത്ത് അവനെ ഭയപ്പെടുത്താം. പക്ഷേ അത് ചിലപ്പോൾ ഇതുവരെയുള്ള എൻ്റെ പ്രയത്നം വെള്ളത്തിലാക്കും. ഈ മരത്തിലേക്ക് കയറി വന്ന് അവൻ എന്നെ ആക്രമിക്കാൻ പോകുന്നില്ല. മരത്തിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചാൽ 10-30 അടി താഴേക്ക് അവൻ ചെന്ന് വീഴുകയേ ഉണ്ടാവൂ. എന്നാൽ ചാടാതെ പിൻകാലുകൾ ഉയർന്നു നിന്നാൽ അവന് എന്നെ എത്തിപ്പിടിക്കാവുന്ന ഉയരമേ ഉള്ളൂ. ഞാനിരിക്കുന്ന ശിഖരത്തിന്. എന്തായാലും തോക്കെടുത്ത് അവൻ്റെ നേർക്ക് തിരിച്ചു പിടിച്ചു. കുഴലിൻ്റെ അറ്റത്ത് അടപ്പ് നീക്കി സേഫ്റ്റി ക്യാപ്പും നീക്കി. ഇതെല്ലാം കണ്ടു നിന്നിരുന്ന കടുവയ്ക്ക് വാശി കൂടി. അവൻ്റെ മുരൾച്ച കൂടുതൽ ഭയാനകമായി. ഞാൻ റൈഫിളിൻ്റെ കാഞ്ചിയിൽ വിരലമർത്തിയിരിക്കുകയാണ്. കടുവ എന്നെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ കൈകൾ റൈഫിളിൻ്റെ കുഴലിൽ തട്ടും. ഉടൻ വെടി പൊട്ടുകയും ചെയ്യും. ആ വെടികൊണ്ട് അവൻ ചത്തില്ലെങ്കിൽ തന്നെ അതിനിടയിൽ എനിക്ക് കൂടുതൽ ഉയരത്തിലേക്ക് കയറി പോകാൻ കഴിയും. പക്ഷേ സൂര്യപ്രകാശം പരക്കാൻ തുടങ്ങിയെങ്കിലും ഇരുൾ പൂർണ്ണമായും പിന്മാറിയിട്ടില്ല. ആ അരണ്ട വെളിച്ചത്തിൽ എൻ്റെ ഇടതുഭാഗത്തുള്ള കുന്നിൻ ചെരുവിലൂടെ അതിവേഗം പാഞ്ഞു കയറുന്ന കടുവയെ ഞാൻ കണ്ടു. ഉറക്കച്ചടവും പ്രകാശക്കുറവും ലക്ഷ്യം നോക്കി നിറയൊഴിക്കാൻ തടസ്സമായിരുന്നെങ്കിലും ഞാൻ നിറയൊഴിച്ചു. ഞാൻ ഉദ്ദേശിച്ച സ്ഥാനത്ത് തന്നെ വെടിയുണ്ട തുളച്ചു കയറി. എന്നാലും ഒരലർച്ചയോടെ അവൻ എൻ്റെ നേർക്ക് കുതിച്ചു വന്നു. ഞാൻ ഉടനെ 2ാമത്തെ നിറയും ഒഴിച്ചു. എൻ്റെ ഇരിപ്പിടത്തിന് താഴെ വരെ പൊന്തി വന്നിട്ട് അവൻ തലകുത്തി മറിഞ്ഞു വീണത് നേരത്തെ കണ്ട ആ വെള്ളക്കുഴിയിലേക്കായിരുന്നു. അവൻ്റെ രക്തം ചീറ്റി ഒഴുകുന്നത് കാരണം ആ കുഴിയിലെ വെള്ളം കടും ചുവപ്പായി. കടുവ ആ കുഴിയിൽ നിന്നും പിരണ്ട് എഴുന്നേറ്റ് താഴ്വരയെ ലക്ഷ്യമാക്കി വേച്ച് നടന്നുപോയി. ഞാൻ മരത്തിൽ നിന്നും താഴെ ഇറങ്ങാൻ നന്നേ വിഷമിച്ചു. കാരണം 15 മണിക്കൂറിലധികം ഒരേ ഇരിപ്പിരുന്നതിനാൽ കൈകാലുകൾ മരവിച്ചു പോയിരുന്നു. സ്വയം തിരുമ്മി കൈയും കാലുമൊക്കെ ചൂട് പിടിപ്പിച്ച ശേഷമാണ് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചത്. ഞാൻ കടുവയെ പിന്തുടർന്ന് കുറച്ചുനേരം ചെന്നപ്പോൾ ഒരു പാറയുടെ താഴെയുള്ള ചെറിയൊരു വെള്ളക്കുഴിയിൽ അവൻ ചത്തു കിടക്കുന്നത് കണ്ടു. അതോടെ എനിക്ക് ആശ്വാസമായി. അപ്പോഴേക്കും വെടിവെച്ച് കേട്ട് കടുവയുടെ കഥ കഴിഞ്ഞു എന്ന് ഉറപ്പാക്കി ഗ്രാമവാസികൾ ബഹളം കൂട്ടിക്കൊണ്ട് ഓടി കുന്നിൻമുകളിലെത്തി. ഇതിന് അനുബന്ധമായി മറ്റൊരു കഥ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മേൽപ്പറഞ്ഞ നരഭോജിയായ കടുവ കൊല്ലപ്പെട്ട സ്ഥലത്തിനടുത്തായി ഗ്രാമത്തിൽ ഒരു വയസ്സനും അയാളുടെ മകനും താമസിച്ചിരുന്നു. മകന് ഗഡ്വാൾ രാജ്യ സൈന്യത്തിൻ്റെ ഒരു പട്ടാളക്കാരനായി ജോലി കിട്ടണമെന്നതായിരുന്നു വൃദ്ധൻ്റെ ആഗ്രഹം.
അങ്ങനെയിരിക്കെ ഒരു നാൾ കുറെ ആളുകൾ ഗ്രാമത്തിലൂടെ ലാൻസ്ഡൗൺ ബസാറിലേക്ക് പോകുന്നത് മകൻ കണ്ടു. അവിടെ ഒരു റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നു എന്നറിഞ്ഞ് അവനും അവരോടൊപ്പം പോയി. ഭാഗ്യത്തിന് അവന് സൈന്യത്തിൽ ചേരാൻ സാധിച്ചു. സൈനിക പരിശീലനം തുടങ്ങും മുമ്പ് ഒന്ന് വീട്ടിൽ പോയി വരാൻ ഏതാനും ദിവസത്തെ അവധി അനുവദിച്ചപ്പോൾ അവൻ ഗ്രാമത്തിലേക്ക് മടങ്ങി. ഉച്ചയോടെ അവൻ ഗ്രാമത്തിലെത്തി. അവൻ്റെ അച്ഛൻ വയലിൽ കൃഷിപ്പണികൾക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു സ്നേഹിതൻ അവന് ഭക്ഷണം നൽകി. കുറെ കഴിഞ്ഞ് കന്നുകാലികൾക്കുള്ള തീറ്റ സംഭരിക്കാനായി അവനും സമപ്രായക്കാരായ 10-20 യുവാക്കളും കൂടി പുറപ്പെട്ടു. കുന്നിൻ മുകളിൽ ഓരം ചേർന്നാണ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനു ചുറ്റും കൊടും കാടാണ്. ആ കാടിനടുത്ത് പുല്ലരിഞ്ഞു നിൽക്കുമ്പോഴാണ് 2 സ്ത്രീകളെ കടുവ കൊണ്ടുപോയത്. അതുകൊണ്ട് ആരും പുല്ലരിയാൻ അങ്ങോട്ട് പോകാറില്ല. പകരം മരങ്ങളിലെ ഇലകളും വള്ളി പടർപ്പുകളും ഒക്കെ ചെത്തി കണ്ടിച്ചാണ് അവർ കന്നുകാലികൾക്ക് തീറ്റയായി കൊടുത്തു പോകുന്നത്. ചെറുപ്പക്കാരുടെ സംഘം കൃഷിസ്ഥലങ്ങൾ കടന്ന് 2 ഫർലോങ് കിഴക്കാൻ തൂക്കായ കുന്നിറങ്ങി താഴ്വരയുടെ തുടക്കത്തിലേക്ക് എത്തിച്ചേർന്നു. പരപ്പേറിയ താഴ്വരയിൽ ധാരാളം വൃക്ഷങ്ങളുമുണ്ട്. ആ സംഘം പല വൃക്ഷങ്ങളിലായി കയറി ആവശ്യാനുസരണം ഇലകളും കുമ്പുകളും വെട്ടിയിറക്കി. അതെല്ലാം വെട്ടി തലയിലേറ്റിക്കൊണ്ട് അവർ സംഘം ചേർന്ന് മടക്കയാത്ര തുടങ്ങി. ഉള്ളിലെ പേടിയകറ്റാനും കടുവയെ ഭയപ്പെടുത്താനുമായി അവർ ഉറക്കെ വർത്താനം പറഞ്ഞും പൊട്ടിച്ചിരിച്ചും ബഹളമുണ്ടാക്കിക്കൊണ്ടുമാണ് നടന്നത്. അവർ നടക്കുന്ന വഴിയുടെ 1/2 മൈലോളം താഴെയായി ഒരു കടുവ അവരെ ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ആ സംഘത്തെ ലക്ഷ്യമാക്കി അതിവേഗം നടന്നു. നമ്മുടെ കഥാനായകൻ ഒരു ബോഹിനിയ മരത്തിലാണ് കാലിത്തീറ്റ ശേഖരിക്കാൻ കയറിയത്. കാട്ടുപാതയിൽ നിന്നും 20 അടി മുകളിലായിരുന്നു ആ വൃക്ഷം. പാതയുടെ ഓരത്തുനിന്നും കടുവ മരത്തിലിരിക്കുന്ന യുവാവിനെ കണ്ടു. അവനെ ശ്രദ്ധിച്ചുകൊണ്ട് അത് അവിടെ തന്നെ തക്കം പാർത്ത് കിടന്നു. തനിക്ക് ആവശ്യത്തിനുള്ള ഇലകൾ പറിച്ച് താഴെ ഇറങ്ങിയ യുവാവ് അതെല്ലാം കൂടി ഒരു കെട്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ച് താഴെ കിടങ്ങ് പോലെയുള്ള ഭാഗത്ത് താൻ വെട്ടിയിട്ട് 2 ചില്ലകൾ കിടക്കുന്നത് കണ്ടത്. അതെടുക്കുന്നതിനായി അവൻ കിടങ്ങിലേക്ക് ഇറങ്ങുന്നത് കണ്ട് കടുവ മറുഭാഗത്തുകൂടി കിടങ്ങിന്റെ ഓരം ചേർന്ന് ഇഴഞ്ഞും വലിഞ്ഞും വരുന്നുണ്ടായിരുന്നു. പാവം, ആ യുവാവ് ചില്ലയെടുക്കാൻ കുനിഞ്ഞതും കടുവ അവന്റെ മേൽ ചാടി വീണതും ഒന്നിച്ചായിരുന്നു. ഈ സംഭവം എന്തുകൊണ്ട് സംഘാംഗങ്ങൾ ആരും തന്നെ കാണുകയും ഉണ്ടായില്ല. സന്ധ്യയോടെ മടങ്ങിയെത്തിയ വൃദ്ധൻ തന്റെ മകനും പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടിയ വിവരമൊക്കെ അയൽക്കാർ പറഞ്ഞതറിഞ്ഞു. കാലികൾക്ക് തീറ്റ ശേഖരിക്കാൻ പോയ അവനെയും കാത്ത് അയാളിരുന്നു. കുറെ വൈകിട്ട് മകനെ കാണാഞ്ഞ് അയാൾ അവന്റെ ഒപ്പം പോയവരുടെയെല്ലാം വീട്ടിൽ അന്വേഷിച്ചു. തങ്ങൾ ഒന്നിച്ചാണ് പോയതെങ്കിലും മടങ്ങിയപ്പോൾ അവനൊപ്പം ഉണ്ടായിരുന്നതായി അതിലൊരാളും ഓർക്കുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ വൃദ്ധന് പരിഭ്രാന്തിയേറി. അയാൾ വേഗം കുന്നിന്റെ വക്കിൽ ചെന്ന് മകനെ ഉറക്കെ വിളിച്ചു നോക്കി. എത്ര തവണ ആവർത്തിച്ച് വിളിച്ചിട്ടും ഫലമുണ്ടായില്ല. അപ്പോഴേക്കും ഇരുട്ട് കനത്തതിനാൽ അയാൾ മടങ്ങി വീട്ടിലെത്തി. ഒരു റാന്തൽ വിളക്കെങ്കിൽ അത് കണ്ട് ഗ്രാമവാസികൾ അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും തന്റെ പ്രിയപുത്രനെ കണ്ടെത്താതെ ആ വൃദ്ധന് ഇരിക്കപ്രതി ലഭിച്ചില്ല. ഒരാളും അയാളുടെ സഹായത്തിന് ചെല്ലാൻ തയ്യാറായില്ല. അയാളത് പ്രതീക്ഷിച്ചുമില്ല. ആ ഭയങ്കരമായ വനപ്രദേശത്തു കൂടി അരണ്ട വെളിച്ചം മാത്രമുള്ള റാന്തലും തൂക്കിപ്പിടിച്ച് ആ മനുഷ്യൻ മകനെ തേടി അലഞ്ഞു. അവനെ കടുവ കടിച്ചു കയറി തിന്നുകൊണ്ടിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുകൂടി പലതവണ ആ സാധു നടന്നിരിക്കണം. ആ രാത്രി മുഴുവൻ ഒട്ടും ഭയമോ സങ്കോചമോ കൂടാതെ പുത്രവാത്സല്യനായ ആ വൃദ്ധൻ നടന്നു. നേരം പുലരുന്നതിന് ശേഷമാണ് മകന്റെ മൃതദേഹം അയാൾ കണ്ടെത്തിയത്. കടുവ തിന്നിട്ട് പോയ കുറെ എല്ലും മാംസത്തുണ്ടുകളും എന്നല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല. എങ്കിലും അതെല്ലാം തൂത്തുവാരി മാറോടടുപ്പിച്ച് നിലവിളിച്ചുകൊണ്ട് വൃദ്ധൻ വീട്ടിലേക്ക് മടങ്ങി. തന്റെ മകന്റെ ശവസംസ്കാരം നടത്തിയിട്ട് പട്ടാളക്കാരനാകേണ്ടിയിരുന്ന അവനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അയാൾ ദിനരാത്രങ്ങൾ പിന്നിട്ടു. ആ കടുവയാണ് ഞാൻ കൊന്നത്. അതറിഞ്ഞ് ഓടിയെത്തിയ ഗ്രാമീണരിൽ ആ വൃദ്ധനുമുണ്ടായിരുന്നു. തന്റെ സ്വപ്നങ്ങൾക്കൊപ്പം പൊന്നുമകനെ കടിച്ചു കീറിയ കടുവയെ കൊന്ന എന്നോട് അദ്ദേഹം ഒരുപാട് നന്ദി പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് അനുശോചിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു കഥയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ കഥ കേൾക്കുന്ന നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, ബെല്ലൈക്കൺ കൂടി അമർത്തി സഹായിക്കണമെന്ന് ഞാൻ അറിയിക്കുന്നു.